ഇന്ത്യൻ ഓഹരി വിപണികൾ ശക്തമായ മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന വേഗത്തിലാണ് പുതിയ മൾട്ടി ബാഗർ ഓഹരികൾ പിറക്കുന്നത്. ഇത്തരത്തിൽ കേരളം കേന്ദ്രമായി പ്രവർത്തിക്കുന്നതും കഴിഞ്ഞ മാസം BSE ലിസ്റ്റ് ചെയ്യപ്പെട്ടതുമായ ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയാകട്ടെ കേവലം 3 ആഴ്ച കൊണ്ടാണ് 100%-ലധികം നേട്ടം നിക്ഷേപകർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ലിസ്റ്റിംഗിന് ശേഷം ഇതുവരെയുള്ള എല്ലാ വ്യാപാര ദിനങ്ങളിലും അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ ക്ലോസ് ചെയ്തതോടെ 62 രൂപയിൽ നിന്നും ലിസ്റ്റ് ചെയ്ത ഓഹരി 140 രൂപ നിലവാരവും പിന്നിട്ടു. പറഞ്ഞു വരുന്നത് ആർടെക് സിസ്റ്റംസ് എന്ന പുതിയ മൾട്ടി ബാഗർ കേരള ഓഹരിയെക്കുറിച്ചാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി ആർടെക് സിസ്റ്റംസ് എന്താണെന്ന് നോക്കാം. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് 1992 പ്രവർത്തനം ആരംഭിച്ച ഇലക്ട്രോണിക് സുരക്ഷാ സംവിധാനങ്ങളും അനുബന്ധ സേവനങ്ങളും നൽകുന്ന കമ്പനിയാണ് ആർടെക് സിസ്റ്റംസ് ലിമിറ്റഡ്. വ്യാപാര സ്ഥാപനങ്ങളിലെ മോഷണം തടയാൻ സഹായിക്കുന്ന ഇൻവെന്ററി ട്രാക്കിംഗ്, റീറ്റെയിൽ ഡിസ്പ്ലേ സെക്യൂരിറ്റി സൊല്യൂഷൻസ്, ഡിജിറ്റൽ ലോക്ക്, CCTV, RFID സേവനങ്ങൾ, ഇലക്ട്രോണിക്സ് ഷെൽഫ് ലേബലിംഗ് എന്നിങ്ങനെയുള്ള ആൻറ്റി തെഫ്റ്റ് സംവിധാനങ്ങളാണ് കമ്പനി പ്രധാനമായും നിർമ്മിക്കുന്നത്. നിലവിൽ 4000-ലേറെ ഉപഭോക്താക്കൾ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രയോജനപ്പെടുത്തുന്നു. ഇതിനു പുറമെ സ്മാർട്ട് ലൈറ്റിംഗ്, സ്മാർട്ട് സെൻസർ, സ്മാർട്ട് ലോക്ക് ഉൾപ്പെടെ വീടിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് ഹോം സേവനങ്ങളും ആർടെക് സിസ്റ്റംസ് നൽകുന്നുണ്ട്. തിരുവനന്തപുരം സ്വദേശികളായ 3 സഹോദരങ്ങളാണ് ആർടെക് സിസ്റ്റംസിൻ്റെ പ്രൊമോട്ടർമാർ. MR നാരായണൻ ചെയർമാനായും, MR സുബ്രഹ്മണ്യൻ മാനേജിംഗ് ഡയറക്ടറായും, MR കൃഷ്ണൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും സേവനമനുഷ്ഠിക്കുന്നു. ഇവരുടെ കൈവശമാണ് കമ്പനിയുടെ 67.87% ഓഹരി വീതമുള്ളത്. ഇനി ഓഹരിയുടെ BSE ലിസ്റ്റിംഗ് നോക്കാം. 2003 മുതൽ കൊച്ചി, മദ്രാസ്, അഹമ്മദാബാദ് നഗരങ്ങളിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ആർടെക് സിസ്റ്റംസിൻ്റെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. തുടർന്ന് റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അടച്ചുപൂട്ടിയപ്പോൾ 2016 ഡിസംബർ മുതൽ മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കീഴിലേക്ക് മാറിയിരുന്നു. എന്നാൽ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി വിഭവ സമാഹരണം എളുപ്പമാക്കുന്നതിനുമായി രാജ്യത്തെ പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊന്നായ BSEയിലേക്ക് കടന്നു വരികയായിരുന്നു. നേരത്തെ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന കമ്പനിയായിരുന്നതിനാൽ പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അഥവാ IPO നടത്താതെ തന്നെ നേരിട്ട് BSEയിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ അനുമതി ലഭിച്ചു. ഓഹരിയുടെ കുതിപ്പ് നോക്കാം. ഇക്കഴിഞ്ഞ ജൂൺ 19-നായിരുന്നു ആർടെക് സിസ്റ്റംസ് ഓഹരികൾ BSEയിൽ ലിസ്റ്റ് ചെയ്തത്. ആദ്യ ദിനത്തിൽ 62 രൂപ 34 പൈസയിലായിരുന്നു ഓഹരി രേഖപ്പെടുത്തിയത്. തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആർടെക് സിസ്റ്റംസ് ഓഹരിയുടെ വിപണി വില കുതിച്ചുയരുകയാണ്. BSEയിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളിലും അപ്പർ സർക്യൂട്ട് നിലവാരത്തിലാണ് ഈ കേരള ഓഹരിയുടെ ക്ലോസിംഗ് നടന്നിട്ടുള്ളത്. ജൂലൈ 8-ന് 141 രൂപ 80 പൈസയിലാണ് ആർടെക് സിസ്റ്റംസ് ഓഹരിയുടെ വ്യാപാരം അവസാനിച്ചത്. ചൊവ്വാഴ്ച രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോഴും 5% കുതിച്ചുയർന്ന് 148 രൂപ 89 പൈസ എന്ന അപ്പർ സർക്യൂട്ട് നിലവാരത്തിലാണ് ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത്. ലിസ്റ്റിംഗിന് ശേഷം ഇന്നലെ വരെയുള്ള 3 ആഴ്ച കാലയളവിൽ മാത്രം ഓഹരി വിലയിൽ 117% വർധന രേഖപ്പെടുത്തി. തിങ്കളാഴ്ച ഓഹരിയുടെ ക്ലോസിംഗ് വിലയനുസരിച്ച് 169 കോടി രൂപയാണ് ആർടെക് സിസ്റ്റംസിന്റെ വിപണി മൂല്യം. പ്രതി ഓഹരി ബുക്ക് വാല്യൂ 38 രൂപ 6 പൈസ നിലവാരത്തിലാണ് ഉള്ളത്. ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 0.71% പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ 47 മടങ്ങാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി അഥവാ ROE 8.14%, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അഥവാ ROCE 10.79% വീതവുമാകുന്നു. ഇവ അത്ര മെച്ചപ്പെട്ട നിലവാരമല്ല. 2023-24 സാമ്പത്തിക വർഷത്തിൽ ആർടെക് സിസ്റ്റംസ് നേടിയ വരുമാനം 56 കോടിയും അറ്റാതെ 4 കോടി രൂപയും വീതമായിരുന്നു കുറിച്ചത്. ഡിസ്ക്ലെയിമർ: ആർടെക് സിസ്റ്റംസ് ഓഹരിയെ സംബന്ധിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.